അങ്ങനെ എത്തിയ 5 പേർ ആണ്. അതിൽ 3 കുട്ടികൾ ആണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 2 സ്ത്രീകളും ആണ് ഉണ്ടായിരുന്നത്. ലൂർദ് ആശുപത്രിക്ക് സമീപം ഗ്രീൻ ഗാർഡനിൽ ആണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് എന്നതാണ്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികൾ ആണ് ഇവർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2 മാസം മുമ്പാണ് ഇവർ ഈ കൊച്ചിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിൽ ആണ് ചികിത്സയ്ക്കായി എത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇങ്ങനെ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പോലീസിന് കൂടുതൽ വ്യക്തത കൈവരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഈ മരണപ്പെട്ട 2 സ്ത്രീകളിൽ ഒരാളുടെ ഭർത്താവ് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ളതും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തികമായ പ്രതിസന്ധിയോ മറ്റോ ആണോ ഇതിന് പിന്നിൽ എന്നതിലും വ്യക്തത ഇല്ല എന്ന് തന്നെയാണെങ്കിലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അശ്വതി നായർ, ശ്രീകുമാരി എന്നിവർ ആണ് മരണപ്പെട്ട സ്ത്രീകൾ. ഇവരെ തൂങ്ങി മരിച്ച നിലയിലാണ് കാണാൻ സാധിച്ചത്. അതായത് ശ്രീകുമാരിയുടെ മകൾ ആണ് അശ്വതി നായർ എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ശ്രീകുമാരിയുടെ മകളായിട്ടുള്ള അശ്വതി നായരും അശ്വതി നായരുടെ 3 മക്കളും ആണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ മക്കളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഡാനി കൂടി ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ തന്നെ ഡാനി സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെക്കുറിച്ച് സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ളവർക്കൊന്നും വലിയ ധാരണ ഉണ്ടാകണമെന്നില്ല. എങ്കിലും ഇതെങ്ങനെയാണ് ഈ പുറത്തറിഞ്ഞത്, ഇവർ മരണപ്പെട്ടു എന്ന വിവരം പുറത്തറിഞ്ഞത്? അത്തരം കാര്യങ്ങൾ അറിയാമോ? ഈ മൃതദേഹത്തിന് കൂടുതൽ കാലപ്പഴക്കമുണ്ടോ എന്നതിലൊക്കെ വ്യക്തത കൈവരുന്നുണ്ടോ? കൗൺസിലർ കൂടി ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം സംസാരിക്കും. കൗൺസിലർ ആൽബർട്ട് അമ്പലത്തെങ്കിൽ നമുക്കൊപ്പം ചേരുകയാണ്. ആൽബർട്ട്, ഇത് എന്താണ് കൂടുതൽ അറിയാവുന്നത്? ഒരു 2 മാസമായിട്ട് അശ്വതി എസ് നായർ എന്ന് പറഞ്ഞ ലേഡിയും എൻ്റെ അമ്മയും 3 കുഞ്ഞുങ്ങളും കൂടിയാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. ട്രീറ്റ്മെന്റ് ഭാഗത്താണ് വന്ന് താമസിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ 2 പേര് തൂങ്ങിയ നിലയിലും അശ്വതി എസ് നായരും എൻ്റെ അമ്മയും തൂങ്ങിയ നിലയിലും 3 കുഞ്ഞുങ്ങൾ കട്ടിൽ മരിച്ചിടക്കാനായിട്ട് കാണാൻ സാധിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിരുന്നത് പോലീസുകാർ അത് പരിശോധിച്ചോളൂ. ചികിത്സ ആശുപത്രിയിലാണെന്ന് അറിയാൻ സാധിച്ചത്. ഒരു 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. വ്യക്തമായിട്ടില്ല ഏത് കുട്ടിക്കാണ് ചികിത്സ എന്നറിയില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇന്നിപ്പോ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ജനറൽ ആശുപത്രിയിലാണോ? ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. കൗൺസിലർ ആൽബർട്ട് അമ്പലത്തെങ്കിലാണ് നമ്മൾ സംസാരിച്ചത്. ആൽബർട്ട് പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് പരമാവധി ഈ പ്രദേശത്തുള്ള പരിസരത്തുള്ള എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയില്ല എന്നത് തന്നെയാണ് വസ്തുത. കാരണം ഇതിൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അവർക്ക് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തി എന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വരുന്നു. ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട് എന്നത് ഒരു വിവരം കൂടിയാണ് നേരത്തെ കൗൺസിലറടക്കം പറയുകയുണ്ടായത്. ഏതായാലും ഇതിലേക്ക് വരുന്നത് ഈ പരിസരവാസികൾ വീട് അടഞ്ഞു കിടക്കുന്നത് അടക്കമുള്ളൊരു കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് പരിസരവാസികളുടെ ശ്രദ്ധ വരുന്നത്. ഇവർക്ക് ഈ കുട്ടികളുമായി ഇവിടെ നിന്ന് പോകുന്നത് മാത്രമായിരുന്നു കൂടുതലായിട്ട് പരിചയമുണ്ടായിരുന്ന ഒരു സാഹചര്യം. നാട്ടുകാർക്ക് അറിയാവുന്ന ഏക ഒരു കാര്യം അത് മാത്രമായിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങൾ മാത്രമേ പരിസരത്തുള്ളവർക്ക് അറിയാമായിരുന്നുള്ളൂ. അതിൽ ഇപ്പോൾ എല്ലാവരും തന്നെ മരിച്ചിരിക്കുന്നു എന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് പരിസരത്തുള്ളവർ തന്നെ കാണുന്നത്. കാരണം ഇവർക്ക് അറിയില്ലായിരുന്നു എന്താണ് അകത്ത് ഈ ദിവസങ്ങളിൽ ചികിത്സയും മറ്റു കാര്യങ്ങളുമായി നടക്കുന്നു എന്നത് മാത്രമായിരുന്നു അറിഞ്ഞിരുന്നത്. വിദേശത്തുള്ള ഒരാളുടെ വീട് വാടകയ്ക്കെടുത്തിരുന്നു, അത് മാത്രമായിരുന്നു ഇവർക്ക് അറിയാമായിരുന്നത്. അതിനുശേഷം ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തുടരുകയായിരുന്നു. അങ്ങനെ ഈ പരിസരത്തുള്ളവർക്ക് കൂടുതൽ വ്യക്തത ഇക്കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. മുൻ കൗൺസിലറാണ്. ഇത് നാട്ടുകാർക്ക് അധികം ഒരു പരിചയമില്ല. ഇവര് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നതാണ്. രാവിലെ തൊട്ടപ്പുറത്ത് ഈ ഓണറിന്റെ ചേട്ടന്റെ മോനാണെന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കണ കണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും നമുക്കും ആർക്കും പരിസരവാസികൾക്ക് അറിയില്ല എന്താണെന്ന്. പഴക്കം ഇന്നലെ എന്തോ
എന്താണ് അക്കൗണ്ടിലോട്ട് എന്തോ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയണ്ടായിരുന്നു പണ്ട്. അറിയില്ല, കറക്റ്റ് നമുക്ക് അങ്ങനെ പറഞ്ഞു കേട്ടത് മാത്രമേ ഉള്ളൂ. ഒരു ഇല്ല, കൂടുതൽ വ്യക്തതയില്ല. പരിസരത്തുള്ളവരാണെങ്കിലും അതെ, നമ്മൾ അറിയുന്നത് ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് കാണുമ്പോൾ അറിയുന്നത്. ചികിത്സക്കൊക്കെ താമസിക്കുന്ന പലരും ഇവിടെ 3 മാസം 4 മാസമൊക്കെ വീട് റെന്റിനെടുത്ത് താമസിക്കുന്നുണ്ട്. അഭിലാഷ, ഇത് ഒരു പരമാവധി വരെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ മുൻ കൌൺസിലറാണ് സംസാരിച്ചത്, നേരത്തെ സംസാരിച്ചത് ഇപ്പോഴത്തെ കൌൺസിലർ. കാരണം ഇവർക്ക് എല്ലാം അറിയാവുന്നത് ഈ പരമാവധി ഇത് മാത്രമാണ്. കാരണം ഇവിടെ താമസമുണ്ടായിരുന്നു, ചികിത്സാർത്ഥം ഇവിടേക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വിവരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ പരിസരത്ത് അതുപോലുള്ള വീടുകളും എല്ലാം തന്നെ നിലവിലുള്ളതാണ്. പലർക്കും വാടകയ്ക്ക് കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഇവിടെ ഇത് വളരെ യാദൃശ്യമായിട്ട് അതിനകത്ത് ഈ 2 ദിവസമായിട്ട് അടഞ്ഞു കിടക്കുന്നു. ആ പരിസരത്തുള്ള ആൾ നോക്കുമ്പോൾ അതിനകത്ത് 2 പേർ തൂങ്ങി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അതുപോലുള്ളൊരു സാഹചര്യവും എല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊണ്ടാണ് പിന്നീട് കൂടുതൽ പരിശോധന നടത്താനായിട്ട് ഇവർ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസിനെ അറിയിക്കുകയും കൌൺസിലർ അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ദുരന്തം ഇവിടെ നടന്നിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 3 കുട്ടികൾ ഇതിൽ മരിച്ചിരിക്കുന്നു. ഒപ്പം 2 പേർ അതിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. ഏതായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായി അറിയാവുന്ന ചില കുടുംബ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടായിരുന്നു എന്നതാണ്. ഭർത്താവ് ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അശ്വതിക്ക് ചില വിഷയങ്ങൾ, മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നേരിടേണ്ടി വന്നിരുന്നു. ഒപ്പം കുട്ടിയുടെ ചികിത്സ, ഇതിൽ ഏത് കുട്ടിക്കാണ് ചികിത്സ ഉണ്ടായിരുന്നത്? കാരണം 14 വയസ്സും അതോടൊപ്പം തന്നെ അതിൽ താഴെ പ്രായമുള്ള 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇളയ കുട്ടിക്ക്, പെൺകുട്ടിക്ക് 2 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാവുന്നത്. ഇനി പോലീസ് ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം 5 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. വിളപ്പിൽശാല സ്വദേശികളാണ്. അവിടെയുള്ളവരെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ബന്ധുക്കൾ എത്തേണ്ടതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. ഏതായാലും അകത്ത ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അഭിലാഷ്. യെസ്, എന്തായാലും എന്താണിപ്പോൾ സംഭവിച്ചത് എന്നതിൽ ആണ് ഇനി വ്യക്തത കൈവരേണ്ടത്. വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു ഈ കുടുംബം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളും മറ്റ് സാങ്കേതികങ്ങൾ പലതുണ്ട്. അതിനുശേഷം മാത്രമാണ് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായ ശ്രമം നടക്കുന്നുണ്ട്. എപ്പോഴാണ് ആത്മഹത്യ ചെയ്തത് എന്നതിൽ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം ഇവർ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന സൂചന മുൻ കൗൺസിലർ നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് കാലപ്പഴക്കത്തിനുള്ള സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ കണ്ടാൽ തന്നെ അറിയാം. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടങ്ങളിലൊക്കെ നിരവധി വീടുകൾ വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീടുകൾ ആയിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് പരസ്പരം ആളുകൾക്ക് കൂടുതൽ പരിചയം ഇല്ലാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്കടക്കം ഇതിൽ വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തത പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലേ ഉണ്ടാകൂ. പക്ഷേ പോലീസ് സംഘം ഇപ്പോൾ വീടിന് അകത്ത് ആണ് ഉള്ളത്. അല്പസമയത്തിനകം പോലീസിൻ്റെ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാകും, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണവും പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.